ഒരു വള്ളം നിറയെ മീൻ പിടിക്കാൻ ഇത്രയും നേരം വേണ്ട കേട്ടോ. നിനക്ക് എപ്പോഴും ഈ മീൻപിടുത്തത്തിന്റെ കാര്യമുള്ളോ വിക്രേ? വള്ളവും വലയായിട്ടേ കടലിലേക്കൊന്ന് ഇറങ്ങി നോക്ക്, അപ്പൊ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ആ ദേ വലയായിട്ട് പോയ മുക്കവും വരുന്നുണ്ട്. മീനെന്തെങ്കിലും തടഞ്ഞോ ആവോ? എന്താ ഹരീഷ് സാറേ കാര്യം? അത് നടക്കത്തില്ല മെമ്പറെ. നമ്മളിത്ര നടത്തിയിട്ട് നടക്കത്തില്ലെന്നോ? വിക്രേ ഒന്നും മിണ്ടാതിരിക്കെ. എന്താ ഹരീഷ് സാറേ കാര്യം? ശാലിനിമയുടെ ഒന്ന് ഉറപ്പ് പറഞ്ഞതാണല്ലോ. പതിവ് കാര്യം തന്നെയാ. ഡെപ്യൂട്ടി കളക്ടറും സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെയാണല്ലോ. അയാൾക്ക് കൈമടക്ക് വേണമെന്ന്. എത്രയാണ് ചോദിക്കുന്നേ? അത് 19,000 രൂപ വരും. പിള്ളേർക്കൊക്കെ ഇത്രയും ഗുണം കിട്ടുമ്പോഴേ എല്ലാവർക്കും കൂടെ പിരിവിട്ടങ്ങ് കൊടുത്തുകൂടെ എന്നാ അയാൾ ചോദിക്കുന്നത്. അതിനൊക്കെയുള്ള കാശ് നമുക്ക് ഇല്ലാത്തതുകൊണ്ടല്ലേ ഹരീഷ് സാറേ ശാലിനിമയുടെ ഈ പദ്ധതി തന്നെ ഉണ്ടാക്കിയത്? എനിക്കൊന്നും അറിയില്ലേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയൊന്നുമല്ല ഇവനൊക്കെ കെട്ടിടം കെട്ടി AC-യുടെയും ഫാനിന്റെ ചോട്ടിലിരിക്കുന്നത്. അവനെ ആ സജികുമാറിനെ ഇതിന്റെ ചുമതല ഏൽപ്പിച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഒന്നും നടക്കില്ലെന്ന്. ഞാനിപ്പോ കൊടുക്കാവന് 50,000 കൊടുവ. വിക്ടറേ വന്നേ. എന്താ വിക്ടർ എന്താ ചെയ്യാൻ പോകുന്നേ? അവനെ ഇതിന്റെ അകത്തുനിന്നേ വലിച്ച് പുറത്ത് മുറ്റത്തിട്ട് 4 ചാമ്പ് ചാമ്പാൻ പോവാ. തുഴ പിടിക്കുന്ന കൈയുടെ ചൂട് അവൻ അറിയാൻ പാടില്ല. പദ്ധതി നടന്നില്ലെങ്കിൽ വേണ്ടാന്ന്. ഇനി അവൻ ആരോടും ഇത് ചെയ്യാൻ പാടില്ല. അത്രയെങ്കിലും ചെയ്തില്ലെങ്കിലേ എനിക്ക് സമാധാനം കിട്ടില്ല മെമ്പറേ. വിക്ടറേ എന്തോന്ന്? ചൈന കോളനിയിലെ പെണ്ണുങ്ങൾ അത്രയ്ക്ക് മോശക്കാരൊന്നുമല്ല. പക്ഷെ നീ ഇപ്പൊ പറഞ്ഞത് അവസാന വഴിയാണ്. ഇത് അങ്ങനെയൊന്നും അല്ല കൈകാര്യം ചെയ്യേണ്ടത്. എന്തൊരു ഉറക്കായത്. വിഷ്ണുവേട്ടൻ ഇങ്ങോട്ട് ഇറങ്ങ്. വിഷ്ണുവേട്ടാ ഇറങ്ങാനാ പറഞ്ഞേ. വിഷ്ണുവേട്ടാ എന്താ എന്താ വിഷ്ണുവേട്ടാ? എന്താ വിഷ്ണുവേട്ടാ? ശാലിനി, ജില്ലാ കളക്ടറെ IAS കാണാൻ വന്നതല്ല ഞാൻ. എന്റെ ഈ വിഷ്ണുവിന്റെ ഭാര്യ ശാലിനിയെ, ശാരദാമ്മയുടെ മകൾ ശാലിനിയെ. വിഷ്ണുവേട്ടാ കളക്ടറായിട്ടോ IAS കാര്യമായിട്ടാണോ ഞാൻ വിഷ്ണുവേട്ടന്റെ മുമ്പിൽ നിന്ന്? മിണ്ടരുത്, മിണ്ടിപ്പോരുത്. വിഷ്ണുവേട്ടാ ഞാൻ എന്താ? ശാലിനി, കളക്ടർ പട്ടം വെച്ചല്ല, അതിനേക്കാൾ മുകളിൽ അങ്ങേറ്റം മോശമായിട്ട് അയാളെന്നോട് പെരുമാറുന്നേ. ഇപ്പൊ ഈ നിമിഷം വരെ പെരുമാറിക്കൊണ്ടിരിക്കുന്നേ. ഞാൻ എന്ത് ചെയ്തെന്നാ?
ഇനിയും കാടും പടർപ്പ് തല്ലല്ലേ. ഞാൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് നിനക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. 6 വർഷം മുമ്പ് നമ്മൾ സംസാരിച്ച് ഓർക്കുന്നുണ്ടോ? അവസാനമായിട്ട് മനസ്സ് തുറന്ന് അന്ന് ജീവിതത്തിൽ അവസാനമായിട്ട് നമ്മൾ രണ്ടുപേരും മനസ്സോർത്ത് സംസാരിച്ച്. അതിനുശേഷം ഇയാൾ ഈ നാട്ടിലേക്ക് വന്നെങ്കിലും എന്നെ കബളിപ്പിച്ച് കുറെ നാൾ ഇയാൾ നടന്നു. ഞാനതും ക്ഷമിച്ചു, സഹിച്ചു. 6 വർഷം ഇയാളെ കാത്തിരുന്ന ഞാൻ ഒരു കാല് വന്ന നായെ പോലെ ഓടുന്നത് ഇയാൾ കണ്ടിരുന്ന് നടിച്ചിട്ടും ഞാൻ എന്തെങ്കിലും ഒരു പരാതി പറഞ്ഞോ? ഇല്ലല്ലോ. അന്നും ഇന്നും ഇയാളെന്റെ മുന്നിൽ ഒരു മൂടോടെ ഇട്ടിട്ടാ സംസാരിക്കുന്നേ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു ആവശ്യമില്ലാത്തൊരു മൂടുപടം. ശരിയാണ്, ഇയാൾക്ക് സങ്കടം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ ചെയ്തു. പക്ഷെ അതിനിടയിലും പരസ്പര വിശ്വാസത്തിന്റെ സ്നേഹത്തിന്റെ ഒരു അദൃശ്യമായ നൂല് നമുക്കിടയിൽ ഉണ്ടായിരുന്നെന്നാ ഞാൻ കരുതുന്നേ. ഇപ്പോഴും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന അതാണെന്ന് പറഞ്ഞ ഇയാളൊരു പക്ഷെ അത് വിശ്വസിക്കില്ല. പക്ഷെ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോ ആത്മാവിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് നേരെ വരുന്ന ഒരു പരിഹാസ ചോദ്യമുണ്ട്. സത്യം സംബന്ധിച്ചുള്ള രഹസ്യം എന്താ? ഇയാളെ വിശ്വാസം ലഭിച്ചിട്ടല്ല, സ്വപ്നത്തിൽ പോലും ഇയാൾക്ക് എന്നെ ചതിക്കാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം. ഇയാൾ എന്നോട് അത് സംബന്ധിച്ചൊരു മറുപടി പറഞ്ഞില്ലെങ്കിൽ പോലും ഇയാളോടുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ ജീവിച്ചു മരിക്കും. പക്ഷെ അമ്മയെ ബോധ്യപ്പെടുത്താൻ ഇയാൾ അതിനുള്ള മറുപടി പറഞ്ഞേ തീരൂ. ശാലി നോക്ക്, നമുക്ക് എല്ലാം ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാത്തിനുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താം. നോക്ക്, ആ രഹസ്യം എന്നോട് തുറന്നു പറ. വിഷ്ണുട്ട, ഞാനത് പറഞ്ഞ വിഷ്ണുട്ട കാർത്തികെ ഉപേക്ഷിക്കോ? ശാലി, കാർത്തിക ചിത്രത്തിലേക്ക് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അത് പറ. അന്നത്തെ സ്നേഹവും വിശ്വാസവും ആത്മാർത്ഥതയൊക്കെ സത്യമായിരുന്നെങ്കിൽ, ഒരു പ്രകടനം മാത്രമല്ലായിരുന്നെങ്കിൽ, ഇയാൾ ആ ചോദ്യത്തിന് സത്യസന്ധമായിട്ടുള്ള മറുപടി നൽകും. പറ ശാലി. ഇയാൾ അതിനുള്ള മറുപടി എന്നോട് പറഞ്ഞു. വിഷ്ണുട്ട, ഞാൻ പറഞ്ഞതല്ലേ. സത്യം നമ്മുടെ വീട്ടിലെ കുട്ടിയാണോ? ചോരയാണോ? അങ്ങനെ പറഞ്ഞു മുന്നോട്ട് കാര്യമില്ല. ഇപ്പൊ പറ, വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയണം. നോക്ക്, ഇയാളുടെ വിഷ്ണുട്ടല്ലേ ചോദിക്കണേ? മോളെ പറ, അതിനുള്ള മറുപടി പറ. ഇപ്പൊ പറ, എന്നോട് പറ. ശാലി, എനിക്കിതിനപ്പുറം ഒന്നും പറയാൻ പറ്റില്ല വിഷ്ണുവേട്ട. എന്നെ വിശ്വസിക്കണം. ഒരാലോചന കൊണ്ട് പോലും എന്റെ വിഷ്ണുട്ടനെ ചതിച്ചിട്ടില്ല. സത്യം. കൈവിട.
വിഷ്ണുട്ടാ തൊട്ടു പറഞ്ഞു മോളെ വിഷ്ണുട്ടാ വിഷ്ണുട്ടാ മോനെ ഇപ്പൊ ബൈക്ക് എടുക്കണ്ട മോനെ, ഞങ്ങൾ കാലാക്കി തരാം. വേണ്ട, ഒരു സഹായം എനിക്ക് വേണ്ട മോനെ. കാലിന് വേദന ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട്. കാലിലല്ല വേദന, മനസ്സിലാ. പക്ഷെ അതിനാണെങ്കിൽ ഹോസ്പിറ്റലിൽ മരുന്നുമില്ല. വിഷ്ണുട്ടാ രാമേട്ടാ, പെട്ടെന്ന് കാർ എടുക്ക. നമുക്ക് വിഷ്ണു എന്റെ പിന്നാലെ പോയി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. പിന്നാലെ പോയിട്ട് കാര്യമില്ല. ആ മനസ്സ് തിളച്ചു തൂക്കി നിൽക്കുക. മോളോട് എത്ര സ്നേഹം ഉണ്ടായിരുന്നു, അതിലും അധികം ദേഷ്യം ആ മനസ്സിനുള്ളിൽ. അതും മോളോടുള്ള സ്നേഹം കൊണ്ട് തന്നെ. മോളുടെ ജീവിതം ഇങ്ങനെ പാഴാവുന്നല്ലോന്ന് ഓർത്ത് ഇപ്പൊ പിന്നാലെ പോയാ വിഷ്ണുമോൻ ആ ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. പിന്നെ രണ്ടുപേർക്ക് അത് സങ്കടമാവും. മോളിന്ന് കാറി കയറി. രാമേട്ടാ, നമുക്ക് ഇവിടെ വീട്ടിലാക്കിയിട്ട് ഓഫീസിലേക്ക് പോവാം. ശരി മോളെ.
കാര്യമില്ല. നമ്മുടെ പിള്ളേർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുന്ന കരുതിയിട്ടേ ഇവിടുത്തെ ജോലിക്കാർ ചോദിക്കുന്ന 50,000 രൂപ കൈക്കൂലി കൊടുക്കാൻ പറ്റുമോ? അതിനുള്ള വകയുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒന്ന് കൈ നീട്ടി നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഞങ്ങളൊക്കെ അവിടെ വീട്ടില് ഞങ്ങളുടെ പണി നോക്കിയിരിക്കില്ലായിരുന്നോ? മേഡമല്ലേ പിള്ളേരെ അങ്ങ് മജിസ്ട്രേറ്റ് ആക്കി കളയാന്ന് പറഞ്ഞ് ഒന്നിത്തള്ളി വള്ളത്തിൽ കയറ്റിയത്. അതൊക്കെ ഇവിടുത്തെ ജോലിക്കാർക്ക് പുട്ടടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അല്ല, മേഡത്തിന് ഇതിൽ പങ്കുണ്ടെന്നല്ലേ മറ്റുള്ളവർ പറയൂ? വിക്ടറെ, നിന്നോട് നിർത്താനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞത്. അനു, സജിയോട് ഏർണിംഗ് മെമ്പർ പ്രോജക്റ്റിന്റെ ഫയൽ എടുത്തോണ്ട് എന്റെ ചേംബറിലേക്ക് വരാൻ പറയും. നിങ്ങൾക്കും വരാം. മാഡം, ഇപ്പൊ ഇവരെ അങ്ങോട്ട് വിളിക്കണം. പ്രോജക്റ്റ് ഫയൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കുന്നത് സജി സാറാ. സാറുമായിട്ടൊരു ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഇവരെ വിളിച്ചാൽ പോരെ? അത് പോരാ, ഇവർക്കൊക്കെ വേണ്ടിയാണ് പ്രോജക്റ്റ്. അത് നടപ്പാക്കുമ്പോൾ സുതാര്യമായിരിക്കണം. എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന മട്ടിൽ ഒളിവും മറവും ഒന്നും വേണ്ട. എന്തൊക്കെ വിവരദോഷം നിങ്ങൾ മാഡത്തിന് മുന്നിൽ കാട്ടിയത്? ജില്ലാ കളക്ടർ എന്താ നിങ്ങളുടെ കളിപ്പിള്ളയാണെന്ന് കരുതിയോ? അനു, ആ മാഡം വരൂ. വിക്ടറെ, നീ എങ്ങോട്ടാ? മേഡം കൂടി ചെല്ലാൻ വിളിച്ചില്ലേ? മേഡം വിളിച്ചെങ്കിലേ ഞങ്ങളെ പോകുന്നുള്ളൂ. നീ വരുന്നില്ല. എന്താ കാര്യം? നിനക്ക് ആളും തരം ഇറങ്ങി സംസാരിക്കാൻ അറിയില്ല വിക്ടറെ. നീ വിലപേശി വിൽക്കുന്നത് പോലെ വഴക്കുണ്ടാക്കാനേ നിനക്കറിയൂ. അല്ല, അവൻ പറഞ്ഞാലും കാര്യമില്ലേ? കാര്യം പറയുമ്പോ മര്യാദ വേണം ഹരീഷ് സാറേ. ഇവനുണ്ടെങ്കിൽ ഞങ്ങൾ ആരും വരുന്നില്ല മേഡത്തിന്റെ ചേംബറിലേക്ക്. അതെ അതെ. അല്ല, ഞാനല്ലാതെ വേറെ ആരാ കടപ്പുറത്തെ കാര്യം പറയുന്നേ? കടപ്പുറത്തെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചോളാം. എല്ലാവരുടെയും കാര്യം സംസാരിക്കാനാ മെമ്പർ വന്നിരിക്കുന്നത്. ആ, എന്നാ വിക്ടറെ, നീ ഇവിടെ തന്നെ നിന്നാ മതിയേ. ഓ, നിങ്ങൾ വാ. അല്ലേലും കടപ്പുറംകാർക്കൊക്കെ എപ്പോഴും ചാളയുടെ വിലയല്ലേ ഉള്ളൂ. കാരണം എന്താ? അയാൾക്ക് കൈക്കൂലി വേണമെന്ന്. മാഡം. യെസ് മാഡം, സജി സാറിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഏർണിംഗ് മെമ്പർ പ്രോജക്റ്റിന്റെ ഫയല് എന്റെ ടേബിളിൽ എത്തിയില്ലല്ലോ അനുപല്ലവി. സജി സാർ അത് നോക്കിയിരുന്നത്. മാഡത്തിനടുത്തേക്ക് അയക്കാൻ എന്തോ തടസ്സമുണ്ടെന്ന് പറഞ്ഞു. അത് ക്ലിയർ ചെയ്തിട്ട് അയക്കാന്നാ സജി സാർ പറഞ്ഞത്. എന്ത് തടസ്സാ? നമസ്കാരം മാഡം. ഫാമിലിയൊക്കെ സുഖായിരിക്കുന്നല്ലോ അല്ലേ സജി? കുഴപ്പമൊന്നുമില്ല മാഡം. കുഴപ്പമില്ലെന്ന് പറഞ്ഞാ തട്ടിമുട്ടി പോകുന്നെന്നോ അതോ അത്യാവശ്യം ആർഭാടമായി കുറച്ച് സമ്പാദ്യത്തിലൊക്കെ മുന്നോട്ട് പോകുന്നെന്നോ? ദൈവാനുഗ്രഹം കൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു മാഡം. മുമ്പ് തിരുവിതാംകൂറുകാർ സർക്കാർ ജോലി കിട്ടുമ്പോ പറഞ്ഞിരുന്നത് ശ്രീ പത്മനാഭന്റെ 4 ചക്രം കിട്ടിത്തുടങ്ങിയെന്ന. നാട് ഭരിച്ചിരുന്ന മഹാരാജാവ് പത്മനാഭദാസനായതുകൊണ്ട് മാത്രമല്ല, ജോലിയെ ദൈവമായാണ് അന്നത്തെ ആൾക്കാർ കണ്ടിരുന്നത്. ഇംഗ്ലീഷിൽ പറയും വർക്ക് ഇസ് വർഷിപ്പ്. അതായത് ജോലി തന്നെ ദൈവപൂജ. ദൈവാനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ജോലി നന്നായി ചെയ്യണമെന്ന് ചുരുക്കം. ഒരു ഡെപ്യൂട്ടി കളക്ടർക്ക് സർക്കാർ അത്ര മോശമല്ലാത്ത ശമ്പളം തരുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. സജിയുടെ മകൻ കാനഡയിൽ പഠനത്തിനൊപ്പം ജോലി ചെയ്യുന്നു. മകൾ ബാംഗ്ലൂരിൽ മെഡിസിന് പഠിക്കുന്നു. Am I right? മാഡം, ഇതൊക്കെ ഇപ്പൊ എന്തിനാണ്? ഇതൊക്കെ ഇപ്പോ ഇവിടെ ഒഫീഷ്യൽ കാര്യം ഡിസ്കസ് ചെയ്യുക. നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ. നിങ്ങളോടാരാ പോകാൻ പറഞ്ഞത്?
ദിസ് ഇസ് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ചേംബർ. ഹിയർ ഐ ആം ദി ഡിസിഷൻ മേക്കർ. നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം. ഡെപ്യൂട്ടി കളക്ടർക്കും കളക്ടറുടെ പേഴ്സണൽ അസിസ്റ്റന്റിനും മാത്രമല്ല, ഏതൊരു സാധാരണ പൗരനും ഏത് സമയത്തും അവന്റെ ആവലാതിയുമായി കയറിയിറങ്ങാൻ കഴിയുന്നതാവണം കളക്ടറേറ്റ് എന്നല്ല, ഏത് ഭരണാധികാരിയുടെ ഓഫീസും. മനസ്സിലായോ സജിക്ക്?